Princess Maria പുതിയ സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ പോണത് അരനാട്ടര പള്ളി പെരുന്നാൾ കാണാൻ കേട്ടോ. അരനാട്ടര പള്ളി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ അവിടെ അടുത്തുള്ളതാണ്. അങ്ങാടി പള്ളിയാണ്, അങ്ങാടി പെരുന്നാളാണ്. അപ്പോൾ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇവിടെ കണ്ടതുപോലൊന്നുമല്ല, ഇവിടെ പാവട്ടി ഭാഗത്തുണ്ടായിരുന്ന പോലെ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കൽ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ പ്രദക്ഷിണമാണ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് കേട്ടോ. നല്ല പാട്ട് കച്ചേരിയൊക്കെ ആയിട്ട് നല്ല വൈബായിട്ടായിരുന്നു പോകേണ്ടത്. നൂറുകണക്കിന് സ്വർണ്ണകുരിശുകളും പിന്നെ അതുപോലെ തന്നെ കുറേ വർണ്ണക്കുടകളും ഒക്കെ വെച്ച് നല്ല നല്ല രസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല കുറേ കുടകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയിലിട്ട് പിന്നെ കുറേ സ്വർണ്ണത്തിൻ്റെ കുരിശുകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പം ലൈറ്റൊക്കെ ഓണായി, ലൈറ്റൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. വഴി കൂടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ തൂങ്ങിയെടുക്കുന്ന ലൈറ്റ്. പിന്നെ അവിടെ പൂമ്പാറ്റ, പിന്നെ പൂവ്, പിന്നെ ഈ മറ്റേ പേപ്പർ ക്ലിപ്പ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് നൈറ്റ് ആയപ്പോൾ നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പിന്നൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ സെറ്റപ്പ് അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരങ്ങാടിയുള്ളിൽ, അതായത് ഓരോ ജോയിൻറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വഴിയുടെ തുടക്കവും അവസാനവും അങ്ങനെ പിന്നെ ഇങ്ങനെ അടുപ്പിച്ചുള്ള വീടുകളായതുകൊണ്ട് അവിടെയും ഇതുപോലെ കുറേ പാട്ടുകളൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വൈബ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റിയൊരു ഇതായിരുന്നു, ഫീലിംഗ് ആയിരുന്നു അവിടെ വന്നപ്പോൾ. ഓരോ അങ്ങാടി എത്തുമ്പോൾ ഇപ്പോൾ ഒരു ജോയിൻ്റ്, ഇപ്പോൾ ഈ നമ്മളൊരു പള്ളിയുടെ ഇപ്പുറത്തുള്ള വഴിക്കൂടെ ഇങ്ങനെ വന്നിട്ട് ഒരറ്റത്തെത്തുമ്പോൾ അവിടെ പാട്ട് വെച്ചിട്ട് കുറേ അപ്പാവന്മാരും പിള്ളേരൊക്കെ കൂടി ഡാൻസ് കളിക്കുന്നു. പിന്നെ വേറെ വീടുകളുടെ മുന്നിൽ പോകുമ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ ആയിട്ട്. പിന്നെ പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് പള്ളിയൊക്കെ നല്ല അലങ്കരിച്ച് ഇതുപോലെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ പള്ളിയൊക്കെ ഒരുക്കി രൂപക്കൂടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. പ്രദക്ഷിണം കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന വെടിക്കെട്ടുണ്ടല്ലോ, നമുക്ക് സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് ബാൻഡ് സെറ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ രണ്ടും ഒന്നിച്ചേർന്നു, അതുകൊണ്ട് നല്ല രസമായിരുന്നു. അവസാനം ഇപ്പോൾ വെടിക്കച്ചിൻ്റെ കൂട്ടപ്പൊരിച്ചിലും ബാൻഡ് സെറ്റിൻ്റെ കൂട്ടപ്പൊരിച്ചിലും ഒന്നിച്ചേർന്നു, അതുകൊണ്ട് നല്ല രസമായിട്ടായിരുന്നു നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണമായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് UTSCLCയുടെ വക ഒരു തമ്പോലം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ താളം എന്ന് പറയുമ്പോൾ നമ്മൾ ആ താളത്തിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു താളബോധം ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തുള്ളി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്.
ഇവർ രണ്ടുപേരും പിന്നെ ഉണ്ണിയൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ ക്രൈം പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പടക്കം പൊട്ടിക്കാനും വീട്ടിൽ നിന്ന് തോളിടാനും എല്ലാത്തിനും തല്ലുകൂടാനും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരു കൂട്ടായിരുന്നു അവർ. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ പെരുന്നാൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.